കൃഷിനാശത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിലെ പുതിയ മാനദണ്ഡം കർഷകന് തിരിച്ചടിയാകുന്നു. പുതിയ ഉത്തരവനുസരിച്ച് കൃഷിനാശം സംഭവിച്ച കർഷകന് ലഭിക്കുക നാമമാത്രമായ തുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം സംസ്ഥാന പ്രകൃതി ദുരന്ത നിവാരണ വകുപ്പാണ് പുതിയ മാനദണ്ഡങ്ങൾ നടപ്പാക്കുന്നത്. ഭൂവിസ്തൃതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി നഷ്ടപരിഹാരം. ഇതനുസരിച്ച് കൃഷിനാശത്തിന് നേരത്തെ അനുവദിച്ചിരുന്നതിന്റെ ചെറിയ ശതമാനം തുക മാത്രമാണ് ഇനി ലഭിക്കുക. കുലച്ച വാഴയ്ക്ക് 100 രൂപയും കുലയ്ക്കാത്തതിന് 75 രൂപയുമാണ് നേരത്തെ നൽകിയിരുന്നത്. പുതിയ കണക്ക് പ്രകാരം ഇനി ഹെക്ടറിന് 13,500 രൂപയാണ് ലഭിക്കുക. ഒരു ഹെക്ടറിൽ 2,500 വാഴ കൃഷി ചെയ്യാമെന്നും പറയുന്നു. അതായത് ഒരു വാഴയ്ക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാരം 6 രൂപ. നെൽകൃഷി ഹെക്ടറിന് 10,000 രൂപ നൽകിയിരുന്നത് 6,800 രൂപയാക്കി. തെങ്ങിന് കായ്ഫലമുള്ളതിന് 700, അല്ലാത്തതിന് 300 എന്ന നിരക്ക് ഇപ്പോൾ ഒരു തെങ്ങിന് 100 രൂപ എന്ന കണക്കിലായി. കർഷകരെ ദ്രോഹിക്കുന്ന ഈ മാനദണ്ഡങ്ങൾ പിൻവലിക്കണമെന്ന് PK ബിജു MP ആവശ്യപ്പെട്ടു. തനത് കർഷകരെ ഇല്ലാതാക്കുന്നതിനും കോർപ്പറേറ്റ് വൽക്കരണം സാധ്യമാക്കുന്നതിനും മാത്രമേ ഇത് ഉപകരിക്കൂ എന്ന് MP ചൂണ്ടിക്കാട്ടി. കാലവർഷം ശക്തി പ്രാപിച്ചിട്ടും ഒട്ടേറെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടും ജില്ലയിൽ ഇതുവരെ 3 കോടി രൂപയുടെ കൃഷി നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന പ്രസ്താവന പുതിയ മാനദണ്ഡ പ്രകാരമാണെന്നും PK ബിജു ആരോപിച്ചു. TCV തൃശൂർ.